രാജി, രാജി. ആ, എന്താ സുധേട്ടാ? എന്തോ ചിന്തയിലാണ്ടിരുന്നവർ ഒന്ന് ഞെട്ടി. ശ്രീമോള് ചോറ് കഴിച്ചോ? രണ്ടു മൂന്ന് വായ കഴിച്ചു. നീ കഴിക്കുന്നില്ലേ? നേരെ ഒരുപാടായി. കഴിച്ചിട്ട് ആ മരുന്ന് കഴിക്കേ. കഴിച്ചോളാം. പിന്നെ ഇന്ന് പ്രിയ വിളിച്ചിരുന്നു. എന്താ രാജി, എന്തെങ്കിലും വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്നത്തെയും പോലെ തന്നെ കുഞ്ഞിനെക്കുറിച്ച് തിരക്കി. അടുത്ത മാസമല്ലേ പൊന്നുട്ടിയുടെ പിറന്നാള്. നമ്മൾ ചില്ലിലെന്ന് ചോദിച്ചു. ആ നാട് തന്നെ ഞാൻ വെറുത്തുപോയി. അത്രയേറെ വേദനിപ്പിച്ചു. ഈ 2 വർഷവുമെങ്കിലും പോണം. നമ്മുടെ ഒരു കുഞ്ഞിന് വേണ്ടി മറ്റൊന്നിനെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവളെ പ്രസവം പോലും ആരുടെ വീട്ടുകാരല്ലേ നോക്കിയത്. ഇതിനെന്തായാലും നമുക്ക് പോവാം. ശ്രീകുട്ടിക്ക് സന്തോഷമാവും. നിനക്ക് എന്താ പോകാമെന്ന് പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാഞ്ഞത്? ഒന്നിച്ചിരിക്കടോ. നമ്മുടെ കുഞ്ഞ് ഇപ്പം ഇത്രയും ഭേദമായില്ലേ? സുധാകരൻ്റെ ചിരിച്ച മുഖം കാണി അവർക്ക് ശരിക്കും പാവം തോന്നി. നിങ്ങൾ ശ്രീകുട്ടിയെ മനസ്സിലാക്കിയിട്ടില്ല സുധേട്ട. രാജി, എൻ്റെ മോളെ ഞാൻ മനസ്സിലാക്കാതെ പിന്നെ. അയാളുടെ മുഖം മങ്ങി. ശ്രീകുട്ടിയെ ഇനിയാണ് സുധേട്ട പേടിക്കാൻ. തീരെ മോശ അവസ്ഥയിൽ പോകുന്നതിന് മുൻപ് അവൾ മാസങ്ങളോളം സ്വയം വേദനിപ്പിച്ചിരുന്നത് മറന്നുപോയ സുധേട്ട. നിങ്ങൾ അവളുടെ സന്തോഷം അനിയാണ് സുധേട്ട. പറയുമ്പോൾ രാജിയുടെ മനസ്സിലും കേൾക്കുമ്പോൾ സുധാകരൻ്റെ ഉള്ളിലും ശ്രീകുട്ടിയുടെ കയ്യിലും ദേഹത്തുമൊക്കെ സ്വയം മുറിവേൽപ്പിക്കുന്നതായിരുന്നു. നീ ഇപ്പോൾ എന്താ രാജി പറഞ്ഞു വരുന്നത്? ഇനിയും നിന്റെ ആങ്ങളുടെ മകന് തട്ടിക്കളിക്കാൻ ഞാൻ എൻ്റെ കുഞ്ഞിന് വിട്ടു കൊടുക്കണമെന്നാണോ? അയാളുടെ കണ്ണുകളിൽ പകയോടെ ചോദിച്ചു. വേണ്ട സുധേട്ട, വിട്ടു കൊടുക്കണ്ട. പക്ഷേ ശ്രീകുട്ടി ഇനിയും പഴയ അവസ്ഥയിലേക്ക് പോയാൽ അത് കാണാൻ ഞാൻ ഉണ്ടാവില്ല. അത്രയുള്ളൂ. കണ്ണുനീരോടെ അവരത് പറയുമ്പോൾ ഓരോ തവണയും ഇവിടെ വന്ന ശ്രീകുട്ടിക്ക് വേണ്ടി അവൾ ഇന്ന് കാണാൻ വേണ്ടി കെഞ്ചി കാല് പിടിച്ച അനിയുടെ മുഖമായിരുന്നു ഉള്ളിൽ. ഒപ്പം അവനെ വഴക്കു പറഞ്ഞും തല്ലിയും അവളെ കാണിക്കാതെ വിരട്ടി ഓടിച്ചത്. ആ സമയങ്ങളിൽ സ്വയം നോവിച്ചും മനസ്സ് തകർന്നും ഒരുത്തി മരണം ആഗ്രഹിച്ചു കിടന്നതും. എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും ഇനി അവളെ അന്വേഷിച്ചു വരല്ലേ അനിയേട്ട എന്നും പറഞ്ഞ് പ്രിയ വാവിട്ട് കരഞ്ഞത്. അന്ന് ഹൃദയം തകർന്നു പോകുന്നൊരു നോട്ടം നോക്കി. എൻ്റെ ശ്രീകുട്ടി എന്നെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ മാമൻ എങ്ങനെ പൂട്ടി വെച്ചാലും ഒരു നാൾ നിങ്ങൾ തന്നെ കൈ പിടിച്ചു തരേണ്ടി വരും അവളെ എനിക്ക് എന്നും ഇറങ്ങിപ്പോയതാണ് അനി. പിന്നീട് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ പ്രാണൻ പറഞ്ഞ് ഒരുത്തി നേർന്നതിനപ്പുറം അവനും നോവുന്നുണ്ടെന്ന് അറിയാം. ആ കോലം തന്നെ അതിന് തെളിവാണ്. നീ എന്ത് ആലോചിച്ച് കൂട്ടുന്നത്? അവരൊക്കെ കാണും എൻ്റെ മോള് അനുഭവിച്ചൊക്കെ മറന്നുപോയി രാജി. നീ ഒന്നും മറന്നിട്ടല്ല സുധേട്ട. എനിക്ക് എൻ്റെ മോളെ ഇനിയും പഴയ അവസ്ഥയിൽ കാണാനുള്ള മാനസികാരോഗ്യമില്ല. ഇപ്പോൾ ശരീരത്തിനും ആരോഗ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുമല്ലേ. അവർ അയാൾ തോൾ ചാഞ്ഞിരുന്നു പറഞ്ഞു. ശരിയാണ്, രാജിക്കിപ്പോൾ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഓരോന്നും ഓർത്ത് അവർ ഇയാൾ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു. അമ്മേ, നീ ഒന്നും കഴിച്ചില്ല മോളെ. ആ ചോറ് വാരി കഴിക്ക് അങ്ങോട്ട്. എത്ര നേരമായി? ഇനിയിപ്പോൾ ആ ചെക്കൻ തൊള്ള തുറക്കും. സുരാജ് കഴിച്ചു കഴിഞ്ഞിട്ടും ചോറിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആമയെ കണ്ടിട്ടാണ് മാലതി പറഞ്ഞത്. വിശപ്പില്ലമ്മേ, അതാണ് കഴിക്കാഞ്ഞത്. എനിക്ക് മതി. ആമി പ്ലേറ്റുമായി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവിടെ ഇരിക്കാമേ, അത് മുഴുവനും കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടാഞ്ഞിട്ടാണോ നീ ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നത്? അങ്ങോട്ട് വന്ന സുരാജ് ദേഷ്യത്തോടെ ആമയോട് ചോദിച്ചു. ആമി നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. പിന്നെ കുഞ്ഞിരുന്ന് ആ ചോറ് വാരി വാരി കഴിച്ചു. എന്തിനാടാ എന്ന ഭാവത്തിൽ മാലതി സുരാജിനെ ഒന്ന് നോക്കി. അവനും കണ്ണ് ചിമ്മി ചിരിച്ചു കാണിച്ചു. ആ പാത്രം ഇങ്ങ് തന്നെ, നീ കൈ കഴുകിയിട്ട് ചെന്ന് കിടക്ക്. നേരെ ഒരുപാടായി. ആമി കഴിച്ച് എഴുന്നേറ്റതും പാത്രം കയ്യിൽ വാങ്ങി മാലതി. ഇന്ന് എന്താ പറ്റിയതാമി? എന്തിനാ ഇപ്പോൾ ഈ വിഷമം? ഇന്ന് നിന്റെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ സന്തോഷമാകുമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ കോട്ടിൽ വിഷമമാണല്ലോ നിനക്ക്. ഞാൻ ചെയ്യുന്നു മാത്രം നല്ല കാര്യങ്ങളല്ലല്ലോ സുരാജ് ഏട്ടാ. അതിൻ്റെ അകൽച്ച അമ്മയ്ക്കുൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. ഇന്നും അതെനിക്ക് മനസ്സിലായി. എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇന്ന് വന്നത്. ഇനി ഒരിക്കലും അവരുടെ പഴയ ആമയായി അവരെന്നെ കാണില്ല, സ്നേഹിക്കില്ല. എല്ലാത്തിനും മേലെ എൻ്റെ വലിയേട്ടൻ, ആ ഒരാളിൻ്റെ തകർച്ചയാണ് എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞത്. എന്നോട് അന്നത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ. ആമി, അളീന നിന്നോട് ദേഷ്യമൊന്നുമില്ലടി. പിന്നെ ശ്രീകുട്ടിയെ നഷ്ടപ്പെട്ടത് ആ മനുഷ്യന് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വിഷമാണ്. ഞാനും അതിന് കാരണമാണ്. ഞാൻ ഒരിക്കലും ആ നെറികെട്ടവനെ പ്രണയിക്കരുതായിരുന്നു. എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പതിയാണെങ്കിലും വലിയേട്ടൻ ശ്രീകുട്ടിയെ മനസ്സിലാക്കുമായിരുന്നു. അല്പം വീർത്ത് നിൽക്കുന്ന വയറിൽ തലോടി ആമി. ആമി, നീ ആ തെണ്ടിയെ പ്രണയിച്ചത് മാത്രമല്ല തെറ്റ്. നീ ഗർഭിണിയാണെന്ന് പറയാൻ അവർ പറഞ്ഞപ്പോൾ നീ സമ്മതിക്കരുതായിരുന്നു. അതൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, ശ്രീകുട്ടിക്ക് ഈ കാര്യം അറിയുമെന്നുള്ള ചോദ്യം. അതിന് നിനക്ക് പറയാമായിരുന്നു. അത് ശ്രീകുട്ടി അറിഞ്ഞത് എന്നാണ്, എങ്ങനെയാണ് അവൾ നിന്നോട് പറഞ്ഞ മറുപടിയൊക്കെ നീ അതും ചെയ്തില്ല. പിന്നെ ആകെ നീ ചെയ്തൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ
ആ സുഹൃത്തിൻ്റെ വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ ആ ശ്രദ്ധ അവളെന്ന് കയ്യിൽ കിട്ടിയാൽ 2 കൊടുക്കണമെന്ന് കരുതിയിരുന്നതാണ്. അപ്പോഴാണ് അമേരിക്കക്കാരനെ കെട്ടിയവൾ നാട് വിട്ടത്. സുരാജ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. സുരാജേട്ടൻ വെറുപ്പ് തോന്നുന്നില്ല എന്നോട്. സ്വന്തം വീട്ടുകാർ പോലും എന്നോട് ക്ഷമിച്ചിട്ടില്ല. പക്ഷെ സുരാജേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇത് നീ 1.5 വർഷത്തെ ജീവിതത്തിനിടയിൽ എത്ര തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറയാം. അമി ഇപ്പോഴും അവൻ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയുടെ സൂരജിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നിന്റെ ആലോചന വന്നപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് നിന്നെ കാണാൻ വന്നത്. എന്നാൽ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴല്ലേ നീ ബോംബ് പൊട്ടിച്ചത്, സുധിയുമായുള്ള റിലേഷൻ ഉണ്ടായിരുന്നത്, പ്രഗ്നൻ്റ് ആണെന്ന് നുണ പറഞ്ഞത്. ശ്രീകുട്ടി അവളുടെ അച്ഛൻ കൊണ്ടുപോകാൻ കാരണം നീയാണെന്നും പറഞ്ഞ് നിന്നെ വീട്ടിലുള്ളവർക്കൊന്നും കാണാൻ പോലും താല്പര്യമില്ല. അവർക്ക് വെറുത്തു പോയത് കൊണ്ടാണ് പെട്ടെന്ന് കല്യാണം നോക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞത്? എന്നെ നിനക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനും ഒന്ന് ഉറപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഇവള് മതിയെന്ന്. പിന്നെ എനിക്ക് നിന്നോട് പ്രേമം തോന്നി തുടങ്ങിയിരുന്നു. വിട്ടുകളയാൻ വയ്യെന്ന് തോന്നി. പറഞ്ഞിട്ട് സുരാജ് മടിയിൽ കിടക്കുകയായിരുന്ന ആമിയുടെ വയറിൽ മെല്ലെ തലോടി. എന്നെ എങ്ങനെ വിശ്വസിച്ചു സുരാജേട്ടാ? അന്ന് ആ പ്രശ്നം കഴിഞ്ഞ് നമ്മുടെ കല്യാണം കഴിയും വരെയും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ കേട്ടൊരു വാക്ക് പിഴച്ചവളെ എന്നായിരുന്നു. അത് വിളിക്കുന്നത് അമ്മയാണ്. അച്ചുവേട്ടൻ മുഖത്ത് പോലും നോക്കില്ല. കാവ്യേട്ടത്തെ പിന്നെ അറിയാതെ മുഖത്തോട്ട് മുഖം കണ്ട ഒന്ന് ചിരിച്ചെന്ന് വരുത്തും. പിന്നെ അവർക്കും പ്രശ്നങ്ങളായിരുന്നല്ലോ. അച്ഛൻ മിണ്ടില്ല. വല്യേട്ടൻ ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. അനിലേച്ചി ഇപ്പോഴും എന്നോട് ക്ഷമിച്ചിട്ടില്ല. എനിക്ക് ഒരാളോട് മാത്രമേ ഇനി മാപ്പ് പറയാനുള്ളൂ. എൻ്റെ ശ്രീകുട്ടിയോട്, അവളോട് മാത്രം. ആമ ഒഴുകുന്ന കണ്ണുകൾ മുറുക്കി അടച്ചു. ഒക്കെ ശരിയാകും, നീ വിഷമിക്കാതെ. ഞാനിപ്പോൾ നിന്റെ ഒപ്പം ഇരുന്ന് ഇതൊക്കെ പറഞ്ഞത് ഇനി നീ ഇതൊക്കെ ഓർത്ത് വിഷമിക്കാതിരിക്കാനാണ്. അളിയൻ്റെ ജീവിതം ശരിയാകുമ്പോൾ നിന്നോട് ഇപ്പോൾ എല്ലാവർക്കുമുള്ള ഈ അകൽച്ചയും മാറും. ആമിയുടെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ നോക്കി സുരാജ് പറഞ്ഞു. പിന്നെ പതിയെ ആ തറയിൽ തലോടി. ഉറങ്ങിയോടോ കൊച്ച്? മാലി സുരാജിന് അരികിൽ വന്നിരുന്നു. ഉറങ്ങി. നമ്മൾ എത്ര പറഞ്ഞാലും അവളുടെ വീട്ടുകാരെ അവൾക്ക് മനസ്സിലാകും. അതാണ് ഇന്നത്തെ വിഷമത്തിന് കാരണം. പക്ഷേ അവളുടെ അവസ്ഥയെങ്കിലും അവർക്കൊന്ന് ഓർക്കാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കട്ടെ എന്ന്. അവരെയും കുറ്റം പറയാൻ പറ്റോ? ഒരു മകൻ ഒരുക്കി ജീവിക്കുന്നത് കാണുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും സഹിക്കോ? പിന്നെ നമുക്ക് നോക്കാം. ഇനി 2 മാസത്തോളമില്ലേ. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ കൊച്ചിന് ഇഷ്ടമില്ലെങ്കിൽ വിടണ്ട. നീ അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്ത്. ഇവിടെ നല്ല തണുപ്പുണ്ട്. സുരാജ് ആമയെ കോരിയെടുത്ത് റൂമിലേക്ക് പോയി. മാലതി ഉമ്മർത്തെ വാതിലടച്ച് അവിടെ റൂമിലും. അനി കിടക്കുന്നില്ലേ മോനെ? നീ ഇങ്ങനെ ശരിക്കും ഉറങ്ങാതെ ഉണ്ണാതെ ആയാൽ ഇപ്പം തന്നെ നിന്റെ കോലം കാണാൻ വയ്യ. എൻ്റെ ശ്രീമോൾ ഉറങ്ങിയിട്ടുണ്ടാകും അമ്മ. അതോ മാമൻ അടച്ചിട്ട് ആ മുറിക്കുള്ളിൽ നീറി പറഞ്ഞു തീർക്കാനാകാതെ അനി നിർത്തി. കൈവെള്ളിൽ മുഖം താങ്ങി മുന്നോട്ട് ആഞ്ഞിരുന്നു. മോനെ നീ ഇങ്ങനെ വിഷമിക്കാതെ, ഒക്കെ ശരിയാകും. അനിയുടെ അടുത്തിരുന്ന് സുഭദ്ര അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എൻ്റെ ശ്രീകുട്ടി. അവൾ പോലും വെറുതെ പോയിട്ടുണ്ടാകുവനെ. ഇല്ലനി, എൻ്റെ മോള് അവൾക്കൊരിക്കലും ആരെയും വെറുക്കാനോ ദേഷ്യം കാണിക്കാനോ ഒന്നും കഴിയില്ല. നിനക്കറിയോ ഇവിടെ ഓരോരുത്തരെയും അവൾക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്ന്? പിന്നെ തെറ്റ് ചെയ്തത് നീ മാമിയും മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. അതൊക്കെ എൻ്റെ മോള് പൊറുക്കുമായിരിക്കും. നീ ഇനിയും ഓരോന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. ചെന്ന് കിടന്നുറങ്ങും മോനെ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കിടന്നോളാം അമ്മ പോയി കിടന്നോ. മരുന്നൊക്കെ കഴിച്ചല്ലോ അല്ലേ? ഞാൻ കഴിച്ചു. അനി ഒന്ന് നോക്കിയിട്ട് സുഭദ്ര എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അനി ആ ഉമ്മർത്ത് വെറും നിലത്ത് മലർന്ന് കിടന്ന കൈകൾ തലയ്ക്ക് അടിയിൽ വെച്ചു. ആകാശം നോക്കി കിടക്കുമ്പോൾ അവൻ്റെ ഉൾ ശ്രീകുട്ടിയെ രാജി പ്രസവിച്ചെന്നറിഞ്ഞ് പുറകെയും കൊണ്ട് അവിടെ ചെന്ന് അവളെ കണ്ട അന്നു മുതൽ ഇവിടുന്ന് തിരിഞ്ഞു നോക്കി ഇറങ്ങിപ്പോയ അന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും തെളിമയോടെ നിറഞ്ഞു. ശ്രീകുട്ടി, നിന്റെ അനിയേട്ടനോട് ഒരൊറ്റ തവണ ക്ഷമിക്കില്ലേ? ഒരവസരം കൂടെ തന്നോടടി. പൊന്നുപോലെ കൊണ്ടു നടന്നോളാം ഞാൻ. ഹൃദയം നൊന്ത് അനി തനിയെ പറഞ്ഞിട്ട് ആ തണുത്ത നിലത്ത് കമിഴ്ന്ന് കിടന്നു. അതേസമയം അങ്ങകലെ ഒരു വീട്ടിൽ അതുപോലെ വെറും നിലത്ത് കിടന്ന് അവളും മരുന്നിൻ്റെ മയക്കത്തിൽ പുലമ്പിയത് അനിയേട്ടെന്നായിരുന്നു. അനിയേട്ടാ ദാ നോക്കി, ആമയും സുരാജേട്ടനും വേഗം വാ, നമ്മളെ കണ്ടിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ആമയെ കണ്ട സന്തോഷത്തിൽ അനിയുടെ കൈയും പിടിച്ച് അമ്പലത്തിന് മുന്നിലെ പടികൾ ഓടിയിറങ്ങി വന്ന ശ്രീകുട്ടി ആമയെ കെട്ടിപ്പിടിച്ച് കവളിൽ വേദനിപ്പിക്കാതെ കടിച്ചു. എനിക്ക് നൊന്ത് കേട്ടോ ശ്രീകുട്ടി. കവളിലേറ്റ ചെറുനോവിൽ ആമി ഞെട്ടി ഉണർന്നു. ഇതുവരെ അനുഭവിച്ച സന്തോഷം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അതുവരെ ചുണ്ടിൽ തെളിഞ്ഞിരുന്ന ചിരി മാഞ്ഞു കണ്ണുകൾ നിറഞ്ഞു. തന്നെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന സുരാജിന്റെ കൈകൾ പതിയെ എടുത്തു മാറ്റി എഴുന്നേറ്റ് വന്നു. ടേബിളിലിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു. അവിടെ കിടന്ന കസാരയിലേക്ക് ഇരിക്കുമ്പോൾ അന്ന് ശ്രീകുട്ടി ഇല്ലാതെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയ ദിവസത്തിലേക്ക് പാഞ്ഞു മനസ്സ് വെറുക്കപ്പെട്ട ദിവസം.
ശ്രുതി ഒരിക്കലും കാണാതിരുന്നെങ്കിൽ, അവൻ പറഞ്ഞത് കേൾക്കാതിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും എത്ര സന്തോഷത്തോടെ കഴിയുമായിരുന്നു. അന്ന് അമ്പലത്തിൽ പോയി തൊഴുത് തിരികെ ഇറങ്ങുമ്പോഴാണ് പടിക്കെട്ടിന് താഴെ ശ്രുതി ബൈക്കുമായി കാത്തുന്നത്. ശ്രുതിയേട്ടൻ എന്താ താമസിച്ചത്? എനിക്ക് സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിലെത്തണം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടി ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നത്. നീ എവിടെയും ശ്രീകുട്ടിയെ കൊണ്ടേ പോകുള്ളോ? എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നീ ശ്രീകുട്ടി എന്ത് ചെയ്യും? ഒരു ചിരിയോടെ കളിയാക്കി ശ്രുതി. ഇവിടെ ഇങ്ങനെ നിന്നാ അനിയേട്ടൻ അറിയാൻ വരി താമസം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഞങ്ങളെ അറിയുന്നവരാണ്. പെട്ടെന്ന് കാര്യം പറയും ശ്രുതിയേട്ടാ. ചുറ്റിനും പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കി ആമി പറഞ്ഞു. നീ കയറ്, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ഇവിടെ വന്ന് ആരും കാണണ്ട. പിന്നെ ആമയൊന്നും മിണ്ടാതെ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ച് ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു. ശ്രുതി വണ്ടി മുന്നോട്ടെടുത്ത് തെങ്ങും വാഴയും നിറഞ്ഞു നിൽക്കുന്ന പറമ്പിൻ്റെ അറ്റത്തേക്ക് നിർത്തി. ഇങ്ങോട്ട് വരണ്ടായിരുന്നു ശ്രുതിയേട്ടാ, ഇവിടെയൊക്കെ കുടിയന്മാട് കേന്ദ്രമാണ്. ആമി ഭയത്തോടെ അവിടെ മാകെ നോക്കി. ഇവിടെ ഒന്നും ആരുമില്ല, നീ ഇങ്ങോട്ട് വന്നേ. അവളെ വലിച്ച നെഞ്ചിലേക്കിട്ട് ആ ചുണ്ടുകൾ നുകർന്ന ശ്രുതി. ആ നേരം അവൻ്റെ കൈകൾ അവൾ ദേഹമാകെ ഞെരിച്ചമർത്തി പോകുന്നുണ്ടായിരുന്നു. മതി മതി ശ്രുതിയേട്ടാ, വീട് ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. ശ്രുതിയേട്ടനെ ഇട്ടിരുന്ന പട്ടു ബ്ലൗസിന്റെ ഹുക്കുകൾ ശരിക്കും പിടിച്ചിട്ടാമി അവൻ്റെ മടിയിൽ എഴുന്നേറ്റിരുന്നു. എനിക്ക് പോണം ശ്രുതിയേട്ടാ. ഉടുപ്പിന് പുറത്തൂടെ മാറിൽ മുറുകുന്ന ശ്രുതിയുടെ കൈകൾ മുറുക്കെ പിടിച്ചു വെച്ച് ആമി പറഞ്ഞു. നിന്റെ അനിയേട്ടൻ എന്ന് വരും ഇനി? അത് മിക്കവാറും മറ്റന്നാൾ. എന്തേ? അന്ന് നിന്നെ പെണ്ണ് ചോദിക്കാൻ ഞങ്ങൾ വരും. അപ്പോൾ ശ്രദ്ധ ചേച്ചിയുടെ കാര്യം നോക്കണ്ടേ? അതൊക്കെ വഴിയെ നടന്നോളൂ. വീട്ടിലിപ്പോൾ സമ്മതിക്കില്ല ശ്രുതിയേട്ടാ, ഉറപ്പാണ്. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എന്ത് വഴി? നീ പ്രഗ്നൻ്റ് ആണെന്ന് അങ്ങ് പറയണം. എന്താ? ആമി ഞെട്ടിപ്പോയി അവൻ പറയുന്ന കേട്ട്. അതൊന്നും ശരിയാവില്ല ശ്രുതിയേട്ടാ. അതേ ശരിയാകൂ. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇനിയും ഒരു 4-5 വർഷം കഴിയാതെ നിന്നെ കെട്ടിക്കില്ല. പിന്നെ ഇനി കെട്ടിച്ചാലും എൻ്റെ അപ്പം ആവുന്നൊന്നും ഉറപ്പുമില്ല. അപ്പം പിന്നെ ഇതേയുള്ളൂ മാർഗം. ശ്രുതി കുട്ടിലതയോടെ പറയുമ്പോൾ ആമി മുഖം കുനിച്ചിരുന്നു ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാലും പിന്നീട് അത് കള്ളാണെന്ന് മനസ്സിലാവില്ല ശ്രുതിയേട്ടാ. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ അറിയൂ. പിന്നെ അത് സത്യമാകാൻ എത്ര അവസരമുണ്ടായിരുന്നു. നീയല്ലേ സമ്മതിക്കാഞ്ഞത്? അവൻ വീണ്ടും വീണ്ടും ആ മൃദുലതയിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും വേണ്ട. അതൊക്കെ എൻ്റെ കഴുത്തിൽ ഈ കൈ കൊണ്ട് ഒരു താലി കെട്ടിയിട്ട് മതി. അവൻ്റെ കൈകൾ തട്ടി മാറ്റി ആമി പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വരുന്ന അന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. എൻ്റെ വീട്ടുകാർക്കും ഇത് കള്ളാണെന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ നമുക്കിത് കൈകാര്യം ചെയ്യണം. വല്യമ്മയോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നീ പ്രഗ്നൻ്റ് ആണെന്ന്. നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ആൻറ്റി കാവ്യേട്ടത്തോടെങ്ങാനും പറയുമോ? ഭയത്തോടെ ആമി അവനെ നോക്കി. അതൊന്നുമില്ല, വല്യമ്മയോട് ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടെ നിൽക്കും. ശ്രുതി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ഇനി ഞാൻ പോവുക ശ്രുതിയേട്ടാ. നേരെ ഇരുട്ടാൻ തുടങ്ങി. ആ കോവിലകത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാകും. വലിയേട്ടനെത്തുമ്പോൾ ഞാൻ വിളിക്കാം. ഇപ്പം പോവാണേ. പറഞ്ഞിട്ട് തിരിഞ്ഞു പോലും നിൽക്കാതെ ആമി വേഗം നടന്നു. അല്പം മുമ്പ് ശരീരമാകെ അവൻ നൽകിയ ആലസ്യമായിരുന്നു ആമിക്ക്. വീട്ടിലെത്തുമ്പോൾ ചോദ്യം ചെയ്യലുമായി അമ്മയും അല്ലേച്ചിയും തിരിച്ചും എന്തൊക്കെയോ പറഞ്ഞും ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ എത്ര വലിയ തെറ്റുകളായിരുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ശ്രുതിയെ കണ്ടത് അന്ന് കല്യാണാലോചനയുമായി വന്ന അന്നാണ്. അന്ന് തന്നെയാണ് അവസാനവും കണ്ടത്. ഭിത്തിയിൽ ചാഞ്ഞിരുന്ന ആമി വീണ്ടും ആ ദിവസത്തിലേക്ക് പോയി. ആ മോളെ കാവ്യേ, ദേ ആരൊക്കെയാ വരുന്നത് നോക്കിക്കേ. എല്ലാവരും ഉണ്ടല്ലോ, വരൂ കയറിയിരിക്കെ. രാജേന്ദ്രൻ സ്റ്റിക്കൂന്നി എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അയ്യോ, എല്ലാവരും ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ അമ്മ? രാജേന്ദ്രൻ്റെ വിളി കേട്ട് അങ്ങോട്ട് വന്ന് കാവ്യയോട് ചോദിച്ചു. അതിനൊന്നും പറ്റിയ സാഹചര്യമായിരുന്നില്ല. അനിയും അച്ചുവുമൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ടിരിക്കുക. അങ്ങോട്ട് വന്ന് സുഭദ്ര എല്ലാവരെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ വീട്ടിൽ ഇതുവരെയുള്ള എല്ലാ സന്തോഷവും നഷ്ടപ്പെടുത്താനാണ് ഈ വരവെന്നറിയാതെ ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് അവരെ സൽക്കരിക്കാൻ കിച്ചണിൽ പോകാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ കാര്യം പറയട്ടെ. അത് കഴിഞ്ഞ് ചായയും കുടിച്ച് ഊണും കഴിച്ചേ പോകുന്നുള്ളൂ. കാവേരി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്താ വിശേഷിച്ച്? ശ്രദ്ധമോൾക്ക് കല്യാണം ശരിയായോ? സുഭദ്ര ഒരു ചിരിയോട് കൊടുത്തിരിക്കെ. ശ്രദ്ധയ്ക്കും ഉടനെ ഉണ്ടാകും. ഇത് കേട്ടതും ശ്രദ്ധ വല്ലാത്തൊരു നാണത്തോടെ അനിയെ നോക്കി. ഇത് കണ്ട അച്ചു കാവ്യൊന്നും നോക്കി. അവൾ വല്ലായ്മയുടെ മുഖം കുനിച്ചു കളഞ്ഞു. നിങ്ങൾ കാര്യം പറയും, ഇങ്ങനെ പരസ്പരം നോക്കാതെ. അവരുടെ ഭാവവും ഇരിപ്പും ഒക്കെ കണ്ടിട്ട് നല്ലതിനാവില്ല വന്നെന്നൊരു ചിന്തയോടെ അച്ചു തന്നെ പറഞ്ഞു. ശ്രുതിക്ക് വേണ്ടി ആമി ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത്. ശ്രുതിയുടെ അമ്മ തന്നെ പറഞ്ഞു. അതിനിവിടെ ആമയ്ക്ക് വിവാഹമൊന്നും നോക്കിയിട്ടില്ലല്ലോ. ആൻറ്റി അവള് ചെറിയ കുട്ടിയല്ലേ. അതിനിപ്പോൾ എന്താ, 18 വയസ്സ് അത്ര ചെറുതൊന്നുമല്ല. എങ്കിൽ പിന്നെ അനി എന്തിനാ ശ്രീകുട്ടിയെ കെട്ടിയത്? അവളും ഇതേ പ്രായമല്ലേ. എന്നിട്ടിപ്പോൾ നീ അവളെ കെട്ടി മാസങ്ങളുമായി. അനി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ ഇരുന്നു പോയി. ആ ഇപ്പം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആമയും ശ്രുതിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് മാത്രമല്ല, ആമി ഗർഭിണിയാണ്. ശോഭ പറഞ്ഞു നിർത്തിയതും കാവേരി ബാക്കി പറഞ്ഞു. നിങ്ങളത് എന്ത് ഭ്രാന്താണ്?
എൻ്റെ അനിയത്തിയെക്കുറിച്ച് എന്തും പറയാമെന്നാണോ? അച്ഛനാകെ വിറഞ്ഞു കയറി. അനില ഭയത്തോടെ സുഭദ്രയെ നോക്കി. കേട്ട വാർത്തയുടെ ഷോക്കിൽ തറഞ്ഞു നിൽക്കുവാണ്. അമ്മ, അച്ഛനോ? ഒരു ആന്തലോടെ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് കസറയിൽ ചാഞ്ഞിരുന്ന് കണ്ണുനീരൊഴുക്കുവാണ് ആ പാവം. അച്ചു, നീ നിർത്ത്. ആമി. ആനിയുടെ വിളി കേട്ട് ആമി നടങ്ങി. ആമി, ഇവിടെ നോക്ക്. കാവേരി ആൻറ്റി പറഞ്ഞത് സത്യമാണോ? നീ പ്രഗ്നന്റ് ആണോ? കലങ്ങിച്ചു വന്ന കണ്ണുകളോടെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അനി ആമിയുടെ കൈമുട്ടിൽ അമർത്തി പിടിച്ചു ചോദിച്ചു. അത് ആമി വിറച്ചു. പറയടി, അനി അലറി പറഞ്ഞു. സത്യാണ് വലിയേട്ടാ. കരച്ചിലൂടെ ആമി പറഞ്ഞതും സുഭദ്രയുടെ കൈകൾ തലങ്ങും വിറങ്ങും ആമിയെ ചതച്ചിയതും കൈപ്പത്തി ചുരുട്ടി പിടിച്ച് അനി ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കാവേരി ആന്റിയുടെ ആ വാക്കുകളാണ് സർവ്വതും തകർത്തത്. പുറത്ത് ശ്രീകുട്ടിയും വീട്ടുകാരും അത് കേട്ട് നിന്നും. അവൾക്ക് എന്തുമാത്രം വേദനിച്ച് കാണും. അത് മാത്രമല്ലോ, അവൾക്കറിയോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതായിരുന്നു. മാമൻ അപ്പോൾ തന്നെ തല്ലും കൊടുത്ത് ശ്രീകുട്ടിയും കൊണ്ടുപോയി കളഞ്ഞു. ശ്രദ്ധയോട് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറഞ്ഞു? അതോ എൻ്റെ പെരുമാറ്റത്തിൽ നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ? അനി പൊട്ടിത്തെറിച്ചു. അവനോട് എല്ലാവരോടും പക തോന്നി. അനിയേട്ടനോട് പ്രണയമില്ലായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ശ്രദ്ധയാണ് പറഞ്ഞത്. ഈ ജന്മം ആനന്ദിന്റെ താലിക്ക് ഒരു അവകാശം ഉണ്ടാകൂ ശ്രദ്ധ. അതിന് ശ്രീകുട്ടിയാണ്. പിന്നെ ആമി പ്രഗ്നന്റ് ആണെങ്കിൽ അതിന് കാരണക്കാരൻ സുധിയാണ് എങ്കിൽ അവനെ കൊണ്ട് അവളെ കെട്ടിക്കാനും ഞങ്ങൾക്കറിയാം. അനി നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതിപ്പോ എനിക്കറിയണം. കസറിന് ചാടി എഴുന്നേറ്റ് സുധി ചോദിച്ചു. ഞാനതിൻ്റെ മറുപടിയല്ലേ പറഞ്ഞത്? അനി സുധിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിന്നും. എങ്കിൽ എനിക്ക് നിങ്ങളുടെ അനിയത്തിയെ വേണ്ട. എൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ആമയ്ക്ക് മുൻപിൽ കാമവേഷവും എടുത്തണിഞ്ഞത്. പിന്നെ നിങ്ങളുടെ അനിയത്തി നിങ്ങളെ ചതിക്കാൻ എൻ്റെ കൂടെ നിന്നതാണ്. അവൾക്ക് ഗർഭമൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് എനിക്കുള്ളതുമല്ല. ആ വാക്കുകളിൽ ആമി തറഞ്ഞു നിന്നും. ഇറങ്ങിപ്പോടാൻ നായെ എൻ്റെ വീട്ടിൽ നിന്നും. സുധിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അനി പറഞ്ഞു. തെറിപ്പിച്ചും പുറത്തേക്ക് വീണവനെ അനിയും അച്ഛനും ആവശ്യത്തിന് കൊടുത്തു തന്നെയാണ് വിട്ടത്. അന്നു മുതൽ ഇന്ന് വരെ സ്വന്തം വീട്ടുകാർക്ക് ആമി വെറുക്കപ്പെട്ടവളായി. ഇപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ കുറച്ചെങ്കിലും സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ ശ്രീകുട്ടി എന്ന് കണ്ട് ആ കാല് പിടിച്ച് പറയണം. ഒരിക്കലും എൻ്റെ വലിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ മാറ്റി നിർത്തണമെന്ന് ആമി ആഗ്രഹിച്ചിട്ടില്ല. ഇതാണ് അവളുടെ ലക്ഷ്യമെന്നറിയാതെ ചെന്ന് ചാടിക്കൊടുത്തതാണ് സുധിയുടെ വായിൽ. എന്ന് പൊറുക്കുമോ ശ്രീകുട്ടി നിന്റെ ആമയോട് നീ? ഓരോന്നോർത്ത് വേദനയോടെ ആമി കണ്ണുകൾ അടച്ച് അടുക്കളയിൽ വന്ന് തിണ്ണയിൽ ചാടിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നോ ആമി? മാലതി ആമിക്കരികിൽ വന്നിരുന്ന് ചോദിച്ചു. കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നമ്മ, പിന്നെ ഉറക്കം വന്നില്ല പറഞ്ഞിട്ട് ആമയുടെ തോളിൽ തല ചായച്ച് കിടന്നു.